ദൈവം പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ തന്നെ എത്ര പ്രശ്നങ്ങൾ വന്നു. ഇത് തന്നെയല്ലേ വിവാഹം കഴിഞ്ഞാലും സംഭവിക്കാം. ഞാനിത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു. ഇതെന്താ ഇത്? നിത്യ ചേച്ചിയെ കണ്ട അന്ന് മുതല് നിത്യ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണല്ലോ അമ്മ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ പറ്റുന്നേ? ഏട്ടാ, ഇത് ഏട്ടനെ കൊണ്ട് മാത്രം സംഭവിച്ചതാ. സങ്കടത്തോടെ അല്ലാതെ അങ്ങനെ ഒരു തീരുമാനം പറയാൻ അമ്മയെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ ഒന്ന് സങ്കടപ്പെട്ടാലേ ഇനിയുള്ള സങ്കടങ്ങൾ കുറഞ്ഞു കിട്ടും. അമ്മ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും അവസാനിച്ചല്ലോ എല്ലാം. എന്നാലും അമ്മയ്ക്കിതെന്തു പറ്റി? നിത്യേച്ചി അങ്ങനെയൊന്നും വേണ്ടാന്ന് വെക്കില്ല അമ്മ. അമ്മയുടെ മനസ്സിലെന്താ? അമ്മ എന്തോ കണ്ടിട്ടുണ്ട്. അമ്മയുടെ മനസ്സിലെന്താന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എന്താ നിനക്കൊരു വിഷമം? നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ ആയിട്ട് ആകെ തിക്കും തിരക്കുമായിരിക്കും അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. കഷ്ടായി പോയി. അന്നാ വീഴ്ച വീണതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയിരിക്കുക. എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. അല്ല, നീ വന്നതിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വേറൊന്നുമല്ല, നീ സാധാരണ എന്റെ വീട്ടിലേക്ക് വരാറില്ലല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ചേരം മാറിയിരിക്കാന്ന് കരുതി. നിന്നോട് സംസാരിച്ചിരിക്കുമ്പോ ഉള്ളിലെ ടെൻഷനൊക്കെ ഒന്ന് മാറിയാലോ. സത്യം പറഞ്ഞാൽ അതിശയാ നിന്റെ കാര്യം. മുത്തശ്ശി എന്തൊരു വെറുപ്പായിരുന്നു നിനക്ക്. മുത്തശ്ശിയെക്കുറിച്ച് നീ ഒരു നല്ല വാക്ക് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. വീട്ടുകാരോട് നല്ലോണം നിന്നോളാം ഞാനല്ലേ നിന്നോട് പറഞ്ഞേ. അങ്ങനെ നിന്ന് നീ ശരിക്കും വല്ലാണ്ടങ്ങ് ഒട്ടിപ്പോയോ? അല്ല, പുറത്ത് വല്ലയിടത്തും പോവാനുണ്ടോ നിനക്ക്? വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാട്ടോ. വേണ്ടടി, നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നല്ല ക്ഷീണം. വാ, നീ എഴുന്നേൽക്ക്, നമുക്ക് അടുക്കളയിലോട്ട് പോവാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ശരി എന്നാ. നീ എന്തിനാ ഫോൺ എടുത്തേ? അത് നീ ഈ ഫോൺ തന്നെയാണോ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നേന്ന് അറിയാൻ വേണ്ടിയാ. അതെ. അല്ല, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ പുതിയതുപോലെ തോന്നി, അതാ ഞാൻ നോക്കി. അല്ലാതെ എനിക്ക് രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് പരിശോധിക്കാനല്ലോ. അതിന് നിനക്കെന്താ രഹസ്യം? അതെ, ഞാനന്ന് പറഞ്ഞ കാര്യമില്ലേ, വിപിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം. നീ വിപിനോടത് പറഞ്ഞിരുന്നോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓരോ കമ്മിറ്റ്മെന്റ് എടുത്തു വെക്കും. എനിക്ക് തന്നെ വിപിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആ നേരത്തെ ഇനി വേറൊരാള്. അല്ല, എന്തുപറ്റി വിപിന്? നിനക്ക് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ? കേൾക്കുമ്പോ ദേഷ്യം വരും മനുഷ്യന്. ഞാൻ അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്കേ അറിയൂ. ഹരി, ഒന്നിങ്ങി വന്നേ. എന്താടാ?
ഞാൻ മുമ്പൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, വിശാഖപട്ടണത്ത്. അത് ഏകദേശം ഓക്കെയാ. നന്നായി. നീ അത് കുറെ ആഗ്രഹിച്ചല്ലേ? ശരിയാവുകയാണെങ്കിലേ ഈ മാസം തന്നെ പോകേണ്ടി വരും. വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ. അതിനെന്താടാ, നീ പോയിട്ട് വാ. നിന്റെ വീടെന്ന് പറഞ്ഞ എന്റെയും കൂടിയല്ലേ. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ്റെ അമ്മയുടെയും കാര്യമല്ലേ. അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. എടാ, എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. അം, അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാമോ ഇല്ലയോ എന്നാണ്. എടാ, എന്നോടൊരു കാര്യം പറയാൻ നീ എന്തിനാ സാഹചര്യം നോക്കുന്നേ? പറഞ്ഞോ. അത് അച്ഛനും അമ്മയ്ക്കും ഒരു നിർബന്ധം. ഞാൻ ജോലിക്കാര്യത്തിന് വേണ്ടി പോവാണെങ്കിൽ അതിനു മുമ്പ് ഒരു പെണ്ണ് കണ്ട് ഉറപ്പിച്ചിട്ട് വേണം പോകാനെന്ന്. ഇതാണോ വലിയ പ്രശ്നം? ഇതിപ്പോ മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ. നമുക്കിറങ്ങാം. നിനക്ക് പറ്റിയൊരു പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കും. അല്ല, നീ ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അതാണ് പ്രശ്നം. നീ എന്താ ഈ ഉരുണ്ട് കളിക്കുന്നേ? നീ കാര്യം പറയടാ. എടാ, അത് എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞ പെണ്ണ് വീണയാ. ഇവിടെ ഏത് സമയത്തും വരാൻ സ്വാതന്ത്ര്യമുള്ള ഞാൻ സത്യത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിക്കും കുഴപ്പം പിടിച്ച കാര്യ. പക്ഷെ എന്തോ അങ്ങനെ മനസ്സിൽ വന്നുപോയി. എടാ, നിനക്കിത് മുന്നേ എന്നോട് പറയാറുന്നില്ലേ? എടാ, ഞാൻ അത് എടാ, വീണയുടെ കാര്യത്തില് എന്റെ അമ്മാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അവളെ വിവാഹം കഴിക്കേണ്ടതെന്നാ. എടാ, അതിന് നിന്നെക്കാളും യോഗ്യത മറ്റാർക്കാടാ? താങ്ക്സ്. ഇക്കാര്യത്തിൽ താങ്ക്സ് ഞാൻ നിന്നോടല്ലേ പറയേണ്ടത്? എടാ, ഈ തിക്കും തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാൻ അമ്മാവനോട് സംസാരിക്കാം. വീണ നിനക്കുള്ളത് തന്നെയാ. നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തൂ. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വന്നതാ. മുത്തശ്ശിയെ കാണാൻ അങ്ങോട്ട് വരണ്ട. മുത്തശ്ശി മരിച്ചു. എന്തുപറ്റി പെട്ടെന്ന്? സുഖമില്ലാതെ കിടപ്പിലായിരുന്നില്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ അവസാനമായിട്ട് മുത്തശ്ശി ഒന്ന് വന്ന് കണ്ടേനെ. കഷ്ടമായിപ്പോയി. നല്ല മുത്തശ്ശിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട്? അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഞാനിത് മുത്തശ്ശിക്ക് കൊണ്ടുവന്നതാ. ഇന്നലെ എന്റെ കല്യാണ നിശ്ചയമായിരുന്നു. അതിന്റെ പലഹാരങ്ങളാ. ഇതുവരെ കൊണ്ടുവന്നിട്ട് ഞാനിത് തിരിച്ചു കൊണ്ടുവന്നില്ല. വീണ ഇത് കയ്യിൽ വെച്ചോളൂ. ആ, പിടിക്കു കുട്ടി, ഞാൻ പോട്ടെ. ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങിയതാ. മുത്തശ്ശിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.
വന്നിട്ട് കുറച്ചു നേരമായി. പോവാ. ഇതെന്താ ഇത്? മുത്തശ്ശിയെ കാണാൻ ഒരു കുട്ടി വരാറുണ്ടായിരുന്നില്ലേ? നിത്യ. ആ കുട്ടി കൊണ്ടുവന്നതാ. എന്നിട്ട് ആ കുട്ടി എവിടെ? ഇവിടെ ഉണ്ടോ? പോയി. മുത്തശ്ശി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ കേറുന്നില്ല എന്ന് പറഞ്ഞു. ഓ. ഇന്നലെ ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയായിരുന്നു. അതിന്റെ പലഹാരങ്ങളാ. എടാ ഇന്ന്
പുതിയ ആളാണല്ലേ പത്രം ഇടാൻ. ഓ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഇന്ന ജോലിന്നില്ല, എന്തു ജോലിയും ചെയ്തോളും. മിടുക്കികളാ. എന്തു പറ്റി നിനക്ക്? മുഖത്തൊരു വിഷമം പോലെ. ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലേ? ഒന്നുമില്ല മാവ. ഇന്നലെ ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. ആ നിത്യമോള്. എന്താ പ്രസിഡന്റ്? നിത്യമോളിപ്പോ കൃഷി ഓഫീസറുടെ വീട്ടിലല്ലേ? അതെ, ട്യൂഷൻ എടുത്തോണ്ടിരിക്ക. എന്താ പ്രസിഡന്റ്? അല്ല മോളെ, ചെറുക്കൻ വീട്ടുകാരിന്ന് വീട്ടിലേക്ക് വരുന്നു പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ അവരെ വഴിയിൽ വെച്ച് കണ്ടതാ. മോളുടെ വീട്ടിലേക്കെന്ന് അവർ പറയുകയും ചെയ്തു. അതാ ചോദിച്ചത്. അല്ല, എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? അറിഞ്ഞൂടല്ലോ. ആ, എന്തായാലും മോൾ അങ്ങോട്ട് ചെല്ല്. അവിടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അയ്യോ, ഈ മോളുടെ ട്യൂഷൻ കഴിഞ്ഞില്ലല്ലോ. അതിപ്പോ പോയിട്ട് വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. അല്ല മോളെ, ഇനിയിപ്പോ ഈ ജോലിക്ക് പോയ കാര്യം വല്ലതും അറിഞ്ഞിട്ടാണോ? അറിയില്ല പ്രസിഡന്റ്. ആ, എന്നാ ശരി, മോളൊന്ന് ചെന്നിട്ട് വാ. ശരി, ഞാൻ നോക്കട്ടെ. മോളെ പഠിക്കേട്ടോ, ചേച്ചി ഇപ്പൊ വരാം. പണിയുടെ കാര്യത്തിൽ എല്ലാം കണക്കാം. പണിയെടുക്കാൻ പറഞ്ഞാ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം, സ്കൂളിൽ പോണം. കാശ് വാങ്ങിക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കൃത്യസമയത്തേക്ക് വന്നോളും. നിന്നെ എന്റെ കൺമുട്ടി കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുള്ളല്ലേടാ. നിണ്ടി പോകരുത്. നീ ഒരു ഒറ്റ ഒരുത്തം കാരണ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഇല്ലാതായത്. അയാളുടെ തല്ലുകൊണ്ടത് മാത്രമല്ല, എന്നിട്ട് എന്നെ നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തു. മര്യാദയ്ക്ക് പൊക്ക എന്റെ മുമ്പിന്. അന്നത്തെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. അയാളുടെ കൈക്കരത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ അയാൾ എന്നെ കൊല്ലുമെന്നുള്ള അവസ്ഥയായി പോയി. എന്തൊരു മാന്യതയോടെ അവൻ പറയുന്നത്. പേരുകേട്ട ഗുണ്ടയാണ് പോലും. എടാ, നീ എന്താ കരുതിയത്? ഈ തൊട്ടപ്പുറത്തുള്ള മാർക്കറ്റിലുള്ള ആളുകളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് പോലെ ഒരു പട്ടാളക്കാരനെ പേടിപ്പിക്കാന്നോ? എടാ, ആണത്തം വേണടാ, ആണത്തം. അന്ന് ചെയ്ത തെറ്റിന് ഒരു പ്രായച്ചിത്തം ചെയ്യാനാ ഞാനിപ്പോ വന്നത്. എന്റെ പൊന്നോ, നീ ആയിട്ട് ഇനി ഒരു സഹായം എനിക്ക് ചെയ്യണ്ട. ഒന്ന് പോയി തന്നാ മതി. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചേച്ചി ഒന്ന് കേട്ടു നോക്ക്, എന്നാലേ അത് മനസ്സിലാവും. കൈവിട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇപ്പൊ ചേച്ചിക്കാവും. ഒരില പോലും അനക്കാതെ നളിനി ചേച്ചി ജയിക്കാൻ പോവാ. ഞാൻ നിക്കണോ അതോ പോണോ? എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അതിന്റെ ഗുണവും ദോഷമൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളാം. അതെ,
ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോ ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. ഇനി പറ, അങ്ങോട്ട് ചേച്ചിയുടെ സമയമല്ലേ? ഇപ്പോഴാ നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇത് ഞാൻ കലക്കും. വെറുതെ അങ്ങ് കലക്കല്ല, കോളം കലക്കും. അതിനുള്ള മാർഗം ഇന്നാളെനിക്കറിയാം. നോക്ക്, ദൈവങ്ങളുടെ സ്ഥാനത്ത് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചതാ നിങ്ങളൊക്കെ. ഇങ്ങനൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളോട് എന്താ പറയുക, ഈ നാട്ടുകാരോട് എന്താ പറയുക? നളിനി വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴൊക്കെ എതിർത്തതും തോൽപ്പിച്ചതൊക്കെ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്താ എൻ്റെ മോളെ വേണ്ടാതൊക്കെ? നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.